ശനിയാഴ്ച വൈകുന്നേരം 6-ന് തന്ത്രി ഈശ്വരൻ നമ്പൂതിരി കൊടിയേറ്റിയതോടെയാണ് തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തിന് തുടക്കമായത്. തുടർന്ന് കീഴ്വായ്പൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ സതീഷ് കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഭജന, 9-ന് കുചേലവൃത്തം, കഥകളിയും നടന്നു. ഞായറാഴ്ച വൈകിട്ട് 7:30-ന് ഡാൻസ്, 8-ന് നാമജപ ഘോഷലഹരി, 17-ന് രാവിലെ 10:30-ന് ശ്രീവത്സം വേണുഗോപാലിന്റെ പാഠകം, ഉച്ചയ്ക്ക് 12-ന് ഉത്സവ ബലിദർശനം, വൈകുന്നേരം 7:30-ന് ഡാൻസ്, 8:30-ന് മീനടം ബാബുവിന്റെ ഹരികഥ, 18-ന് വൈകിട്ട് 8:30-ന് മതപാഠശാല കുട്ടികളുടെ കലാപരിപാടികൾ, 9-ന് ഡാൻസ്, 19-ന് രാവിലെ 10:30-ന് കലാമണ്ഡലം അനൂപിന്റെ ചാക്യാർ കൂത്ത്, 12-ന് ഉത്സവ ബലിദർശനം, വൈകുന്നേരം 7-ന് തിരുവാതിര, 8-ന് ആലപ്പാട് ആദിത്യൻ നയിക്കുന്ന തിരുവനന്തപുരം ട്രാക്സിന്റെ ഗാനമേള എന്നിവ നടക്കും. 20-ന് ഉച്ചയ്ക്ക് 12-ന് ഉത്സവ ബലിദർശനം നടക്കും. വൈകിട്ട് 7-ന് പിന്നൽ തിരുവാതിര, 8:30-ന് കുട്ടികളുടെ നൃത്തം അരങ്ങേറ്റം, 21-ന് രാവിലെ 10:30-ന് PV പ്രസാദിന്റെ പ്രഭാഷണം, 12-ന് ഉത്സവ ബലിദർശനം, രാത്രി 8-ന് ഗംഗാ ശശിധരന്റെ വയലിൻ കച്ചേരി, 22-ന് രാവിലെ 10:30-ന് രാമചന്ദ്രൻ ഉണ്ണിത്താന്റെ മതപ്രഭാഷണം, 12-ന് ഉത്സവ ബലിദർശനം, വൈകിട്ട് 7-ന് ഡാൻസ്, 9-ന് കൊച്ചിൻ സംഘമിത്രയുടെ നാടകം, 23-ന് രാത്രി 9-ന് വയലിൻ കച്ചേരിക്ക് ശേഷം ഗാനമേളയും 12 മണിക്ക് പള്ളിവേട്ടയും നടക്കും. 24-ന് രാവിലെ 10-ന് ജയലക്ഷ്മി പൊതുവാളിന്റെ സംഗീത കച്ചേരി ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12-ന് ആറാട്ട് സദ്യ നടക്കും. വൈകുന്നേരം 6-ന് ആറാട്ട്, 8 മണിക്ക് മല്ലപ്പള്ളി ടൗണിൽ ആറാട്ടിന് സ്വീകരണം നൽകും. തുടർന്ന് ദീപക്കാഴ്ച, 12 മണിക്ക് ഹിഡുമ്പൻ പൂജ എന്നിവ നടക്കും. 25-ന് രാത്രി 8:30-ന് കാവടി വിളക്കും. 26-ന് രാവിലെ 8-ന് പരിയാരം ക്ഷേത്രത്തിലേക്ക് കാവടി പുറപ്പാടും നടക്കും. 9 മണിക്ക് പാല രഞ്ജിനി ചന്ദ്രന്റെ ഓട്ടൻതുള്ളലും ഉണ്ടായിരിക്കും. 12-ന് കാവടിയാട്ടം മല്ലപ്പള്ളി ടൗണിൽ എത്തിച്ചേരും. തുടർന്ന് കാവടികൾ മണിമലയാറ്റിലെ മണൽപ്പുറത്ത് സംഗമിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകുന്നേരം 4-ന് വേലകളിയും, രാത്രി 9:30-ന് വിവേകാനന്ദന്റെ സംഗീത കച്ചേരിയും, 12-ന് ശിവരാത്രി പൂജയും നടക്കും. 12:30-ന് വിളക്കെഴുന്നള്ളിപ്പിന് ശേഷം TS ഗീത ശിവരാത്രി സന്ദേശം നൽകും. 2:30-ന് കൊല്ലം തപസ്യയുടെ ബാലെ അരങ്ങേറും. 27-ന് രാവിലെ 8-ന് ആറാട്ട് കലശത്തോടെ ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി.